ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ. വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ശോഭ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് നന്ദകുമാർ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും പണം നൽകിയതിന്റെ തെളിവുകളും നന്ദകുമാർ പുറത്തുവിട്ടു. അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനുമെതിരെ നടത്തിയ ആരോപണങ്ങളിൽ ദല്ലാൽ നന്ദകുമാർ തെളിവുകൾ നിരത്തുകയാണ്. തൃശൂരിൽ ഭൂമി വാങ്ങാൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് നന്ദകുമാർ ആരോപിച്ചു. പണം നൽകിയ ബാങ്ക് രസീതും തെളിവുകളും നന്ദകുമാർ പുറത്തുവിട്ടു. എൻ്റെ ഇന്ന് BJPയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന് അതിൻ്റെ കോപ്പി. ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ സംശയം എന്താ? നിഷേധിച്ചെടുത്ത് കൊടുക്കാം. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് BJP പത്തനംതിട്ട സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണത്തിലും നന്ദകുമാർ തെളിവുകൾ പുറത്തുവിട്ടു. ദില്ലിയിലെ ഹോട്ടലിൽ വെച്ച് അനിലിന് പണം നൽകിയെന്ന് അവകാശപ്പെടുന്ന ചിത്രമാണ് പുറത്തുവിട്ടത്. അതേസമയം താൻ ആരുമായും പണമിടപാട് നടത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കളാണ് നന്ദകുമാറിന് പിന്നിലെന്നും അനിൽ ആന്റണി ആരോപിച്ചു. ഒരു സാമ്പത്തികവുമില്ല, ഇദ്ദേഹമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല. ഇദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണ്. സംസ്ഥാനത്തെ ഒരു വളരെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവും കേന്ദ്രത്തിലെ ഒരു നേതാവും ഈ നന്ദകുമാറുമായിട്ട് 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് വലിയൊരു ടച്ചിലുണ്ട്. ആ ഇൻഫർമേഷൻ നമുക്കുണ്ട്. കൂടുതൽ തെളിവുകൾ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പുറത്തുവിടുമെന്നും നന്ദകുമാർ പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.